നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ ഒരു പുതിയ ദുബായ് ആക്കി മാറ്റുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചു നോക്കൂ. കേൾക്കുമ്പോൾ അതിശയോക്തി എന്ന് തോന്നും. പക്ഷേ ഇത് വെറുമൊരു സ്വപ്നമല്ല. ഗൗതം അദാനിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു വമ്പൻ പദ്ധതിയാണ്. അദാനി ഗ്രൂപ്പ് തങ്ങളുടെ വിമാനത്താവളങ്ങളെ യാത്ര ചെയ്യാനുള്ള ഒരിടം എന്നതിലുപരി പുതിയ മിനി നഗരങ്ങളാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ്. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. അദാനിയുടെ കീഴിലുള്ള 8 വിമാനത്താവളങ്ങളിലും ഈ മാറ്റം വരും. നമ്മുടെ തിരുവനന്തപുരം മുതൽ മുംബൈ, അഹമ്മദാബാദ്, മംഗളൂരു വരെയുള്ള നഗരങ്ങൾ ഈ ലിസ്റ്റിലുണ്ട്. പദ്ധതി ഇതാണ്: വിമാനത്താവളത്തോട് ചേർന്നുള്ള വലിയൊരു പ്രദേശം ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബാക്കി മാറ്റുക. അതായത് വിമാനത്താവളത്തിന് പുറത്ത് അടുത്തായി തന്നെ പുതിയൊരു ലോകം ഒരുങ്ങുന്നു. ഡൽഹിയിലെ എയ്റോസിറ്റി പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. 5 നക്ഷത്ര ഹോട്ടലുകൾ, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ഫുഡ് കോർട്ടുകൾ, വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒരു നഗരത്തിന് വേണ്ടതെല്ലാം. യാത്രക്കാർക്ക് മാത്രമല്ല, ആ നഗരത്തിൽ താമസിക്കുന്നവർക്കും ഇവിടെ വരാം, ഷോപ്പിംഗ് നടത്താം, ഭക്ഷണം കഴിക്കാം. വിമാനത്തിൽ നിന്നുള്ള വരുമാനം കൂടാതെ ഈ വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്നും വരുമാനം നേടുകയാണ് അദാനിയുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് എന്താണ് വരാൻ പോകുന്നത്? തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിനായി 700 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് നീക്കിവെച്ചിരിക്കുന്നത്. എയർപോർട്ടിന് സമീപം ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ പണി ഉടൻ തുടങ്ങും. ഇതുകൂടാതെ പ്രൊജക്ട് അനന്ത എന്ന പേരിൽ 1300 കോടി രൂപയുടെ മറ്റൊരു വമ്പൻ പദ്ധതിയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പുതിയ ടെർമിനൽ, ഹോട്ടൽ, മറ്റു വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവയെല്ലാം വരും. ഇതിന്റെ അനുമതികൾ ലഭിക്കുന്നതോടെ നിർമ്മാണം ആരംഭിക്കും. ഇതൊക്കെ വെറും പ്ലാനുകളാണെന്ന് കരുതരുത്. മുംബൈ എയർപോർട്ടിന് സമീപം ഹോട്ടലുകളുടെയും ഷോപ്പുകളുടെയും നിർമ്മാണം ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് 6 നഗരങ്ങളിലും ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. മൊത്തം 655 ഏക്കറിലാണ് ഈ പുതിയ എയർപോർട്ട് നഗരങ്ങൾ വരാൻ പോകുന്നത്. എന്തിനാണ് അദാനി ഗ്രൂപ്പ് ഇത്രയും വലിയ തുക ഈ രംഗത്ത് നിക്ഷേപിക്കുന്നത്? കാരണം ലളിതമാണ്. അദാനിയുടെ എയർപോർട്ട് ബിസിനസ് വൻ വളർച്ചയിലാണ്. ഈ വർഷത്തെ ആദ്യ പാദത്തിൽ മാത്രം 2.34 കോടി യാത്രക്കാരാണ് അദാനി എയർപോർട്ടുകളിലൂടെ കടന്നുപോയത്. വരുമാനത്തിൽ 25% വർധനവുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ അവർക്ക് ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇനി വിമാനത്താവളങ്ങൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി മാത്രമുള്ള സ്ഥലങ്ങളായിരിക്കില്ല. ഷോപ്പിംഗ് നടത്താനും സിനിമ കാണാനും ബിസിനസ് മീറ്റിംഗുകൾക്കും താമസിക്കാനും എല്ലാമായുള്ള വലിയ കൊമേഴ്ഷ്യൽ ഹബ്ബുകളായി അവ മാറും. അദാനിയുടെ ഈ നീക്കം നമ്മുടെ നഗരങ്ങളുടെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ മുഖഛായയെ എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.